ഇത്രയധികം ആക്രമണോത്സുകത അതല്ലെങ്കിൽ ആ ഒരു അക്രമവാസന നമ്മുടെ നവയുവാക്കളിലോ കൗമാരക്കാരിലോ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ ഉത്തരം അത് പിന്തുടർന്ന് വരാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രസിഡൻസ് ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെയുള്ളൊരു മുൻകാഴ്ചയുണ്ട്. നമ്മൾ നേരത്തെ നമുക്ക് കുട്ടികൾക്ക് മുതിർന്നവർ കാട്ടിക്കൂട്ടുന്നത് തന്നെയാണല്ലോ ഒരു കണി. അപ്പോൾ സമൂഹമാണ് ശരിക്കും പറഞ്ഞാൽ അത്തരം ഒരു പ്രേരണ കൊടുക്കുന്നത്. ഇപ്പോൾ നോക്കൂ, സെനോഫോബിയ എന്ന് പറയുന്നൊരവസ്ഥ നമുക്കറിയാം എന്താണെന്ന്. അതൊരു അപരിചിതനോട് അന്യനോടുള്ള ഭയമാണ്. അന്യനോടുള്ള ഭയം ശത്രുതയായിട്ട് മാറുന്നു. ശത്രുത പിന്നെ ശത്രുവിനെ അങ്ങനെ തീർക്കുക എന്ന് പറയുന്നൊരു വാസനയിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അതിന് മുൻകാലങ്ങളിലെ അനുഭവങ്ങളാണ്. ജീവിതം ഒരു ഡെമോൺസ്ട്രേഷനാണല്ലോ. പ്രത്യേകിച്ച് വളർന്നു വരുന്ന ആളുകൾക്ക് കൊടുക്കേണ്ടത് തത്വോപദേശങ്ങളല്ല, കൃത്യമായ പ്രായോഗികമായ എക്സാമ്പിളുകളാണ്. ആ എക്സാമ്പിളുകൾ നമ്മുടെ സമൂഹം കൊടുക്കുന്നത് റോങ് ആയ രീതിയിലാണ് പലപ്പോഴും. നമുക്കറിയാം, മാനവികതയുടെ മകുടോദാഹരണം എന്നൊക്കെ പറയാവുന്ന ഇസങ്ങൾ, അതല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ അപ്പോസ്റ്റലന്മാരെന്ന് പറയുന്ന മതങ്ങൾ, ഏത് മതമായാലും കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ, അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളെ തല്ലിക്കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു, ഇല്ലാതാക്കുന്നു, പൂർണ്ണമായും എന്താ പറയുക, നിഷ്കാസനം ചെയ്യുന്നു, പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുന്നു. നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് കാണുന്നത് അതൊക്കെയാണ്. കൂടുതലായിട്ട് വ്യാപകമായിട്ട് കാണുന്നു. മുമ്പ് ഇന്നത്തേക്കാളും ഉപരിയായിട്ട് ഇത് കാണുന്നു. മൃഗങ്ങൾ, സാധാരണ മനുഷ്യനൊഴിച്ചുള്ള എല്ലാ മൃഗങ്ങളും ഭക്ഷണത്തിന് വേണ്ടിയാണ് കൊല്ലുന്നത്. മനുഷ്യൻ മാത്രമാണ് ഭക്ഷണത്തിന് വേണ്ടിയല്ലാതെ കൊല്ലുന്നത്. സസ്യബുക്കുകളായിട്ടുള്ള മൃഗങ്ങൾ പലപ്പോഴും ദ്വന്ദ്വയുദ്ധങ്ങളിൽ ഏർപ്പെടുന്നത്, പരസ്പരം കലയിക്കുകയും യുദ്ധം ചെയ്യുകയും ആക്രമിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അപ്പോഴും ഒരാൾക്ക് ഒഴിഞ്ഞു പോകാനായിട്ട്, ജീവൻ ബാക്കി വെച്ച് ഒഴിഞ്ഞു പോകാനായിട്ടുള്ള സമയവും സൗകര്യം കൊടുക്കാറുണ്ട്. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ ഒരാളെ കൊല്ലണം തീരുമാനിച്ചു കഴിഞ്ഞാൽ അവനെ വളഞ്ഞിട്ട് കൊല്ലും. ഭക്ഷണത്തിന് വേണ്ടിയല്ല കൊല്ലുന്നത്. ഒഴിഞ്ഞു പോകാൻ യാതൊരു തരത്തിലുള്ള അവസരം കൊടുക്കുകയില്ല. വന്യമൃഗങ്ങൾ പോലും ഒരു തവണ വേട്ടയാടി ഭക്ഷണം കഴിച്ച് വയറ് നിറച്ച് കിടന്നു കഴിഞ്ഞാൽ തൊട്ടടുത്ത് പോയാൽ പോലും മറ്റു മൃഗങ്ങൾ അത് ആക്രമിക്കില്ല. കാരണം അതിന് ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണ് കൊല്ലുന്നത്. മനുഷ്യൻ അങ്ങനെയല്ല. അപ്പോൾ സമൂഹം കാട്ടിക്കൊടുക്കുന്നൊരു വഴിയാണ് പുതിയ തലമുറ അതേപോലെ പകർത്തി വയ്ക്കുന്നത്. ഇത് എവിടെയൊക്കെ തുടങ്ങും? സമൂഹത്തിന് മൊത്തത്തിലുള്ള പ്രേരണ കൊണ്ടാകാം. അതല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ ഘടകമായ കുടുംബങ്ങൾ, ഫാമിലികൾ, പാരൻസ്, മാതാപിതാക്കൾ, ഇവരൊക്കെ തീർച്ചയായിട്ടും ഇത് മാതൃകയാകുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെയോ. നിങ്ങളിപ്പോൾ ഒരു വീട്ടിൽ ചെറിയ കുട്ടികൾക്ക് രക്ഷാകർത്താക്കൾ എന്താ ചെയ്യുന്നത്? ചോദിക്കുന്നതൊക്കെ നടപ്പാക്കി കൊടുക്കും. സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. കുട്ടികൾ നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കും, നിങ്ങൾ നിരന്തരം അത് ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കും. ഒരു ഘട്ടം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ഡിമാൻഡുകളാവും. എന്ത് ചെയ്യും? അവിടെയാണ് പ്രശ്നം. ചൈൽഡ് സൈക്കോളജിയിൽ കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കിട്ടാൻ വേണ്ടിയല്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഫുൾഫിൽ ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അവർ നിങ്ങളെ അളക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഓരോന്നിനും വിട്ടുവീഴ്ചയില്ലാതെ നിരന്തരം വഴങ്ങിക്കൊടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഡിമാൻഡുകൾ കൂടി വരും, നിങ്ങൾക്കത് ഫുൾഫിൽ ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ തുടങ്ങുന്നത് ലാളനകളിൽ നിന്നാണ്. വീട്ടിൽ ചിക്കൻ വാങ്ങുമ്പോൾ 1/4 പീസുകൾ കുട്ടികൾക്കുള്ള, 2 ലെഗ് പീസുകൾ കുട്ടികൾക്കുള്ള, 2 മക്കൾക്കുള്ളതാണ് 1/4 ലെഗ് പീസുകൾ. അച്ഛനും അമ്മയും ലെഗ് പീസിനകത്ത് ദരിദ്രരാണ്. സംഭവം പ്രശ്നമാകുന്നത് ഒരു വിരുന്ന്, ഫസ്റ്റ് കസിൻ, അച്ഛൻ്റെ അമ്മയുടെ ഒരു ഫസ്റ്റ് കസിൻ 2 കുട്ടികളെ വിരുന്ന് വരുമ്പോഴാണ്. അന്നും തീന്മേശയിലെ ചിക്കൻ 2 കാലേ കാണും. ഈ 2 കാല് വരുന്ന കുട്ടികൾക്ക് നമ്മുടെ ആദ്യത്തെ മര്യാദ വെച്ച് കൊടുക്കും. അപ്പോൾ ഈ കുട്ടികൾ ആ 2 സെക്കൻഡ് കസിൻസിനെ കണക്കാക്കുന്നത് ശത്രുക്കളായിട്ടാണ്. ഞാനീ പറഞ്ഞ സെനോഫോബിയ അവിടെ തുടങ്ങുകയാണ്. ശത്രുക്കളാണ്. കാരണം പിന്നെ ഷെയറിങ് ഇല്ല അവരുമായിട്ട്. മിണ്ടാട്ടം അവർ വരുന്നു എന്ന് കേൾക്കുമ്പോൾ ശത്രുതയാണ്. അതങ്ങനെ പടർന്ന് പുറത്തേക്ക് അവനവനല്ലാത്തതെല്ലാം അവനോട് ശത്രുവായിട്ട് മാറുകയാണ്. അപ്പോൾ വീട്ടിൽ നോക്കൂ, നിങ്ങൾ അടുത്ത വീട്ടിലെ ആൻറ്റിക്കോ അങ്കിളിനോ ഒരു ആവശ്യമുണ്ട്, കടയിലൊന്ന് പോയിട്ട് വരാൻ പറഞ്ഞാൽ നിങ്ങളുടെ മക്കൾ പോയി വരുമ്പോൾ നിങ്ങൾ ആ കുട്ടിയെ പറയാത്തൊന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ നിന്നെ വളർത്തുന്നത് അവിടുത്തെ ആൻറ്റിയുടെയോ അങ്കിളിൻ്റെയോ സെർവൻ്റ് ആകാൻ വേണ്ടിയല്ല എന്ന് പറഞ്ഞ് കുട്ടിയെ വല്ലാതെ നിരുത്സാഹപ്പെടുത്തും. ശരിക്കും ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് കുട്ടിക്ക്. വേറെ ആൾക്ക് വേണ്ടി എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്യുന്നവരുടെ അടുപ്പമാകാനും അന്യരായിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധം സ്ഥാപിക്കാനും ഈ പറയുന്ന സിനോഫോബിയയിലേക്ക് എത്താതിരിക്കാനൊക്കെയുള്ള ട്രെയിനിങ് ആണ്. ഇപ്പോൾ നിങ്ങൾ എക്സ്കർഷൻ നടക്കുന്ന സ്ഥലങ്ങൾ, പ്രൈമറി സ്കൂളിൽ നിന്നൊക്കെ എക്സ്കർഷൻ പോകുമ്പോൾ പണ്ടൊക്കെ രക്ഷിതാക്കൾ പോവുകയാണില്ല. ഇപ്പോൾ രക്ഷിതാക്കൾ കാറും പിടിച്ച് പോകും കുട്ടികളും കൊണ്ട്. എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ചെയ്യുന്നത് ഈ സ്വന്തം കുട്ടികൾ ഏറ്റവും മുൻസീറ്റിൽ വളരെ
കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരിക്കും. കുട്ടികൾ സ്വന്തം കൂട്ടുകാരുമൊത്ത് പുറകിൽ പോയിരിക്കും, സമ്മതിക്കില്ല, നിങ്ങൾ മുമ്പിലിരിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ നേരിട്ട് കണ്ട കാഴ്ചയിലാണത്. തിരക്കുള്ള ബസ്സിൽ കുട്ടി സ്വന്തം ധാർമ്മികമായ ഉത്തരവാദിത്തത്തിൻ്റെ പേരിൽ ഒരു മുതിർന്ന ഒരാൾക്ക് അല്ലെങ്കിൽ അമ്മയെ കൊടുത്തു വരുന്ന കുട്ടിയെ എടുത്തു വരുന്ന അമ്മയ്ക്ക് സീറ്റ് കൊടുത്താൽ നിങ്ങൾ ആ കുട്ടിയെ വല്ലാതെ വഴക്ക് പറയും. ഒരു പെറ്റ് ആനിമലിനെ വളർത്താൻ അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ അത് വൃത്തികേടാണ്, സമ്മതിക്കില്ല. അപ്പോൾ പലതരത്തിലും സമൂഹത്തിനോട് അനുതാപം കാണിക്കാനോ സമൂഹത്തിലെ ആളുകളുമായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കാനോ ഉള്ള കുട്ടികളെ എല്ലാ ഉദ്യമങ്ങളെയും നമ്മൾ തകർക്കുകയാണ് ചെയ്യുന്നത്. പാരൻറ്റിങ് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു സാധനമാണ്, വളരെ ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക്കാണ്. അതുകൊണ്ടാണെന്ന് പലപ്പോഴും പുതിയ തലമുറയിലെ പല ദമ്പതികളും കുട്ടികൾ വേണ്ടാന്ന് തീരുമാനിക്കുന്നത്. അപ്പോഴും അവരെ വളർത്തിക്കൊണ്ടുവന്ന അച്ഛനമ്മമാരെ കുറിച്ച് ആലോചിക്കുന്നില്ല. ഞങ്ങളും ഒരു പുതിയ തലമുറയ്ക്ക് ഉത്തരവാദിത്തമുള്ളവരാണ് എന്നുള്ള ബോധം ഉണ്ടാകുന്നില്ല. അവരാകെ ശ്രദ്ധിക്കുന്നത് ഞങ്ങൾക്ക് മെനക്കെടാൻ വയ്യ, ബുദ്ധിമുട്ടാൻ വയ്യ, റിസ്ക് എടുക്കാൻ വയ്യ എന്നുള്ളതാണ്. ഇനി അഥവാ കുട്ടികളുണ്ടെങ്കിൽ തന്നെ സ്വന്തം കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ കുട്ടികൾ ശ്രദ്ധിക്കുള്ളൂ. കുട്ടികൾക്ക് ഗാഡ്ജറ്റ്സ് വാങ്ങി കൊടുത്തുകൊണ്ടോ ഭക്ഷണം വാങ്ങി കൊടുത്തുകൊണ്ടോ കാര്യമാവില്ല. കുട്ടികൾക്ക് വേണ്ടത് കൂടെ ഒരുമിച്ചുള്ള യാത്രയാണ്. ആ യാത്രയ്ക്ക് തയ്യാറാവാൻ ഇത്ര പേരൻസ് തയ്യാറാവുന്നുണ്ട്. കുറേ കഴിയുമ്പോൾ അച്ഛനമ്മമാർ പോലും അവർക്ക് ശത്രുക്കളായിട്ട് മാറുന്നു. സ്വയം അല്ലാതെ സ്വന്തമല്ലാത്ത ബാക്കി എല്ലാവരും ശത്രുക്കളായിട്ട് മാറുന്നു. ഞാനീ പറഞ്ഞ സെനോഫോബിയ എന്ന് പറയുന്നൊരവസ്ഥ കുട്ടിക്കുണ്ടാവുന്നു. കുറേ കഴിയുമ്പോൾ ഈ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് കുട്ടി സ്വയം ശിക്ഷിച്ചു തുടങ്ങുന്നു. അവൻ ലഹരിയുടെയോ മദ്യത്തിൻ്റെയോ മറ്റ് പലതിൻ്റെയോ മയക്കുമരുന്നുകളുടെയൊക്കെ അടിമയായിട്ട് മാറുന്നു. അവിടെ അവനവൻ തന്നെ ഒരു ശത്രുവും അന്യനുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അവിടെയാണ് ദുരന്തങ്ങൾ ആരംഭിക്കുന്നത്. ആത്മനിന്ദയിൽ നിന്ന് അവൻ മൊത്തം സമൂഹത്തോടും ജീവിതത്തോടും ഒരു നിന്ദയുള്ളവനായിട്ട് മാറുന്നു. അവിടെയാണ് ഈ ആക്രമണമൊക്കെ സംഭവിക്കുന്നത്. സമൂഹത്തിന് ഉത്തരവാദിത്തമുണ്ട്, അതിനേക്കാൾ കൂടുതൽ അച്ഛനമ്മമാർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തം അച്ഛനമ്മമാർക്ക് തന്നെയാണ്. ഒരു നല്ല തലമുറ വളർന്നു വരാനായിട്ട് അവർക്ക് വേണ്ട ഡെമോൺസ്ട്രേഷൻസാണ്, അല്ലാതെ ഉപദേശങ്ങളോ ഗാഡ്ജറ്റ്സോ സാമ്പത്തികമായ പിന്തുണയൊന്നുമല്ല. മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ് എന്ന് പറഞ്ഞ ഒരാളുടെ ആ പ്രഖ്യാപനം ഓർമ്മിച്ച് ആ ജീവിത വഴിയിലേക്ക് സ്വയം തിരിഞ്ഞ് ഇറങ്ങാനായിട്ടുള്ള ശ്രമം അച്ഛനമ്മമാർ നടത്തിക്കഴിഞ്ഞാൽ വരും തലമുറ നന്നാവും ഉറപ്പായിട്ടും. നിങ്ങൾ എപ്പോഴും നമ്മൾ പറയാറുള്ള ചൊല്ലുണ്ടല്ലോ, ഇഫ് യു എഡ്യൂക്കേറ്റ് വൺ മാൻ ദ ലാൻഡ് ഈസ് മൈനസ് വൺ സ്കൗണ്ടറൽ. അത് ഉത്തരവാദിത്തമാണ്. സ്വന്തം മകൻ സ്വന്തം മകൾ ഒരു സ്കൗണ്ടറൽ ആവാതിരിക്കാനായിട്ടുള്ള ശ്രമം അച്ഛനമ്മമാർ ചെയ്യുന്നത് അവനവന് വേണ്ടിയിട്ടും സമൂഹത്തിന് വേണ്ടി രാഷ്ട്രത്തിന് വേണ്ടിയാണ്. ഇത്തരം നമ്മളീ കാണുന്ന ബീഭത്സമായ ഭയാനകമായ ഒരു അന്തരീക്ഷം വളരെ കുറയ്ക്കാനായിട്ട് എല്ലാ ആളുകൾക്കും ഉത്തരവാദിത്തം അല്ലെങ്കിൽ നമ്മളുടെ ഇതൊരു അരാജക ഭൂമിയായിട്ട് മാറും. ഇന്നവർ കൈകൊണ്ടും കത്തികൊണ്ടുമൊക്കെയാണ് കളി, നാളെ തോക്കെടുത്താൽ എന്ത് ചെയ്യും? ആരവസ്ഥ മുന്നിൽ കാണുക, അതിനെക്കുറിച്ച് ഭീതിപ്പെടാതെ സധൈര്യം വേണ്ടത് ചെയ്യാനായിട്ട് തയ്യാറാവുക എന്നുള്ള പ്രധാനമാണ്.